സോ ലൈൻ റിട്രഷൻ മെത്തേഡിൻ്റെ മറ്റൊരു പ്രോബ്ലം സോൾവിങ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓൾറെഡി ഒരു 3 ക്വസ്റ്റ്യൻസുകൾ ലൈൻ റിട്രഷൻ മെത്തേഡിൻ്റെ ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രോബ്ലംസുകൾ കാണാത്ത, അതിൻ്റെ വീഡിയോസ് കാണാത്തവർ അത് കാണാം. അതിന് ശേഷം മാത്രം ഈ പ്രോബ്ലത്തിലോട്ട് വരാവുള്ളൂ. കാരണം നമ്മൾ ഓരോ പ്രോബ്ലത്തിലും പറയുന്ന ഓരോരോ സ്റ്റെപ്സുകളാണ്. അപ്പോൾ അടുത്ത പ്രോബ്ലത്തിൽ വരുമ്പം പ്രീവിയസ് കേസിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് റിപ്പീറ്റ് ചെയ്യില്ല. സോ പെട്ടെന്ന് പരിച്ച് പോകത്തേ ഉള്ളൂ. സോ ഇതിന് മുമ്പുള്ള 3 വീഡിയോസും കാണാം. ഓക്കെ, സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ സ്ട്രെയിറ്റ് ലൈൻ എ ബി 65 mm long has its end A 15 mm in front of VP and 40 mm above HP, while other end B is 30 mm in front of VP and 20 mm above HP. 30 mm in front of VP and 20 mm above HP. Draw its projection, mark its traces and find its inclinations with reference plane. So ഇതാണ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ള ഡേറ്റ കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ ബേസിക് ഫിഗർ നമ്മുടെ കയ്യിലുണ്ട്. സോ അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ദിസ് ഇസ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗിവൺ ഡേറ്റാസ് എഴുതുക. സോ എ സ്ട്രെയിറ്റ് ലൈൻ എ ബി 65 mm ലോങ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എ ബി, സോ നമ്മുടെ ലൈനിൻ്റെ പേര് നമുക്ക് തന്നിട്ടുണ്ട് എ ബി എന്നാണ്. സോ ലൈനിൻ്റെ പേര് എ ബി ഈസ് ലെങ്ത് 65 mm ലോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ട്രൂ ലെങ്ത് ഈക്വൽ ടു 65. സോ രണ്ട് ഡേറ്റ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തെഴുതി. നെക്സ്റ്റ് നോക്കി, അടുത്ത പറഞ്ഞേക്കുന്നത് ഇറ്റ്സ് എൻഡ് എ ഈസ് 15 mm in front of VP and 40 mm above HP. സോ ഒരു എൻഡിൻ്റെ പൊസിഷൻ തന്നിട്ടുണ്ട്, എൻഡ് എ. സോ നമ്മൾ എൻഡ് എയുടെ പൊസിഷൻ എഴുതാൻ പോവാണ്. എൻഡ് എ, സോ എൻഡ് എയുടെ പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട് എൻഡ് എ. സോ എൻഡ് എയുടെ പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എങ്ങനെയാണ്? 15 mm in front of VP, 15 mm in front of VP ആൻഡ് 40 അല്ലേ, ആൻഡ് 40 mm 50. 1 minute. Question number. Okay, its end A is 15 mm in front of VP and 20 mm above HP എന്നാണ്. സോ 20 mm above HP എന്നാണ് പോയിന്റ് എയുടെ പൊസിഷൻ തന്നേക്കുന്നത്. ആൻഡ് അതർ എൻഡ് 50 mm in front of VP and 40 mm above HP. 40 ആണ്, 40 mm above HP എന്നാണ്. Then other end B is 30 mm in front of VP and 20 mm above HP. So പോയിന്റ് ബിയുടെ പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പോയിന്റ് ബി, ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നത് പോയിന്റ് ബി എന്ന് പറയുന്നത് 30 mm in front of VP, 30 mm in front of VP and 20 mm above HP, 20 mm above HP. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗിവൺ ഡേറ്റ എന്ന് പറയുന്നത്. നമ്മളോട് പ്രൊജക്ഷൻ വരയ്ക്കാനും ട്രേസസ് മാർക്ക് ചെയ്യാനും ഇൻക്ലിനേഷൻസ് മാർക്ക് ചെയ്യാനുമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ XY ലൈൻ ആയിരിക്കും. സോ സ്റ്റാർട്ടിങ് വിത്ത് ദി XY ലൈൻ. സോ ഞാൻ XY ലൈൻ വരച്ചു. ലെങ്ത്തിൽ തന്നെ XY ലൈൻ വരയ്ക്കണം. സോ XY ലൈൻ വരച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ഫിക്സഡ് പോയിന്റ്. ഇവിടെ നമുക്ക് 2 പോയിന്റ് ഉണ്ട്, പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി. സോ നമ്മുടെ ഫിക്സഡ് പോയിന്റ് എ പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മുടെ ബേസ് ഫിഗറിൽ നമ്മൾ ഫസ്റ്റ് ആദ്യം പ്ലോട്ട് ചെയ്യുക, ഫിക്സഡ് പോയിന്റ് പ്ലോട്ട് ചെയ്യുക. സോ ഈ ക്വസ്റ്റനിൽ അതേപോലെ എന്ത് ചെയ്യുക? ഫിക്സഡ് പോയിന്റ് പ്ലോട്ട് ചെയ്യുക, A' പ്ലോട്ട് ചെയ്യുക. സോ ഇവിടെ A' പ്ലോട്ട് ചെയ്യാൻ പോവാണ്. സോ ഞാൻ A പ്ലോട്ട് ചെയ്യാനായിട്ട് ട്രേസ് വരയ്ക്കുന്നു. ട്രേസ് അല്ല, പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നു. സോ പ്രൊജക്ടർ ലൈൻ വരച്ചു.
അതിൽ മാർക്ക് ചെയ്യുന്നു 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സോ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്നത് ബിലോ എക്സ് വൈ ലൈൻ. ഇത് നമ്മുടെ എ മാർക്ക് ചെയ്യാനും 40 mm എബോ എച്ച് പി എന്ന് പറയുന്നത് എ ഡാഷ് മാർക്ക് ചെയ്യാനും. സോ എ ഡാഷ് 40 mm എബോ. സോ എക്സ് വൈ ലൈനിൽ നിന്ന് 40 mm മേലോട്ട് മാറ്റി 40 mm മേലോട്ട് മാറ്റി നമ്മുടെ എ ഡാഷ് വരും. 15 mm താഴോട്ട് മാറ്റി എ വരും. സോ നമുക്ക് 2 പോയിന്റ്സുകൾ കിട്ടി. സോ ദിസ് ഈസ് എ ഡാഷ്, ദിസ് ഈസ് പോയിന്റ് എ ഡാഷ് ആൻഡ് എ. 2 പോയിന്റ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നോക്കി നമുക്ക് തീറ്റയോ ട്രൂ ലെങ്ത് തീറ്റയും ഫൈയും ഇല്ല, ഇംഗ്ലീഷ് മെത്തേഡ് എച്ച് പിയും വി പിയും തന്നിട്ടില്ല. സോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യും, തീറ്റ ആംഗിളിൽ ട്രൂ ലെങ്ത് ലൈൻ വരച്ച് ബിയുടെ ഫസ്റ്റ് പോയിന്റ് പ്ലോട്ട് ചെയ്യാമായിരുന്നു. നമുക്ക് ട്രൂ ലെങ്ത് ലൈൻ വരയ്ക്കാമായിരുന്നു. ഇവിടെ ട്രൂ ലെങ്ത് ഉണ്ട്, തീറ്റ ഇല്ല. പകരം നമുക്ക് തന്നേക്കുന്നത് സെക്കൻഡ് പോയിന്റ് ആണ്. അപ്പോൾ തൊട്ട് മുമ്പുള്ള പ്രീവിയസ് പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു രണ്ടാമതൊരു പോയിന്റ് തരികയാണെങ്കിൽ അതിൻ്റെ ലോക്കസ് ലൈൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സ് തന്നിരുന്നെങ്കിൽ നമുക്ക് പോയിന്റ് ബിയുടെ പ്രൊജക്ട് ലൈൻ വരച്ചിട്ട് ബി ഡാഷും ബിയും ഈ ഡിസ്റ്റൻസുകൾ എടുത്ത് ബിയുടെ ഡിസ്റ്റൻസുകൾ എടുത്തിട്ട് നമുക്ക് ബി ഡാഷും ബിയും മാർക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ എക്സ് ഇല്ല, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രൊജക്ടേഴ്സ് നമുക്ക് അതും തന്നിട്ടില്ല. സോ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ പറഞ്ഞാണ് ഇപ്പോൾ എന്ത് ചെയ്യണം, സെക്കൻഡ് പോയിന്റിൻ്റെ ലോക്കസ് ലൈനുകൾ വരയ്ക്കുക എന്നുള്ളതാണ്. സോ സെക്കൻഡ് പോയിന്റിൻ്റെ ലോക്കസ് ലൈൻ നോക്കി 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ ബി മാർക്ക് ചെയ്യാൻ, 20 mm എബോ എച്ച് പി എന്ന് പറഞ്ഞാൽ ബി ഡാഷ് മാർക്ക് ചെയ്യാൻ. അത് എബോ എച്ച് പി എന്ന് പറയുമ്പോൾ എബോ എക്സ് വൈ ലൈൻ ആയിരിക്കും. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്നത് ബിലോ എക്സ് വൈ ലൈൻ ആയിരിക്കും. സോ 20 mm എബോ ആണ് നമ്മുടെ ബി ഡാഷിൻ്റെ ലോക്കസ് ലൈൻ. സോ ഞാൻ വെർട്ടിക്കലായിട്ട് സ്കെയിൽ പ്ലേസ് ചെയ്തു. 20 mm എബോയിലായിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മാർക്കിംഗ് ഇവിടെ ഈ പ്രൊജക്ട് ലൈനിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. സോ ഒരു പോയിന്റ് അല്ല, ജസ്റ്റ് ആ ലോക്കസ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം. സോ 20 mm എബോവ്, ദെൻ 30 mm ഇൻ ഫ്രണ്ട്, 30 mm ഇൻ ഫ്രണ്ട്. സോ ഇത് രണ്ടുമായിരിക്കും നമ്മുടെ ലോക്കസ് ലൈനുകൾ. സോ ഞാൻ ലോക്കസ് ലൈൻ വരയ്ക്കാൻ പോവാണ്. സോ ആ പോയിന്റിൽ കൂടെ എക്സ് വൈ ലൈനിന് പാരലായിട്ട് വരയ്ക്കുന്നു. എക്സ് വൈ ലൈനിന് പാരലായിട്ട് ഒരു ലോക്കസ് ലൈൻ വരച്ചു. ദെൻ എക്സ് വൈ ലൈനിന് പാരലായിട്ട് നെക്സ്റ്റ് ലോക്കസ് ലൈൻ. ഓക്കെ. സോ 2 ലോക്കസ് ലൈനുകൾ വരച്ചു. ലോക്കസ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേര് കൊടുക്കുക. ഇതെന്തായിരിക്കും, ലോക്കസ് ഓഫ് എ ഡാഷ്, ഇത് ലോക്കസ് ഓഫ് എ ആണോ? അല്ല, ഇതെന്താണ്, ലോക്കസ് ഓഫ് എ ഡാഷ് എ ഇവിടെയാണ്. നമ്മൾ അതിൻ്റെ ലോക്കസ് ലൈനുകൾ ഇത് ഓക്കെ, ഇത് ലോക്കസ് ഓഫ് എ ആണ്. ഇത് ലോക്കസ് ഓഫ് എ ഡാഷ് അല്ല, ദിസ് ഈസ് ലോക്കസ് ഓഫ് 20 mm എബോയിൽ വരുന്നത് ലോക്കസ് ഓഫ് ബി ഡാഷ്. ദെൻ ലോക്കസ് ഓഫ് ബി നമ്മൾ മാർക്ക് ചെയ്യണം. ലോക്കസ് ഓഫ് ബി നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ്. സോ ലോക്കസ് ഓഫ് ബി എന്ന് പറയുന്നത് 30 mm ഇൻ ഫ്രണ്ട്. സോ ഇതാണ് നമ്മുടെ ലോക്കസ് ഓഫ് ബി. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫിക്സഡ് പോയിന്റ് ചെയ്തപ്പോൾ ലോക്കസ് ലൈൻ വരച്ചില്ല. സോ അതുകൊണ്ട് എൻ്റെ കൂടെ അങ്ങ് വരയ്ക്കുന്നു എ ഡാഷിൻ്റെ ലോക്കസ് ലൈൻ. സോ എപ്പോഴും പോയിന്റ് വരച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ലോക്കസ് ലൈൻ അങ്ങ് വരച്ചേക്ക് കേട്ടോ. സോ ഫസ്റ്റ് ഫിക്സഡ് പോയിന്റ് എ ഡാഷ് എയും വരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ലോക്കസ് ലൈനുകൾ വരച്ചേക്കുക. ലോക്കസ് ഓഫ് എയും ഇത് ലോക്കസ് ഓഫ് എ ഡാഷും. ദെൻ നമുക്ക് രണ്ടാമത്തെ പോയിന്റിൻ്റെ നമ്മൾ 20 mm എബോ എച്ച് പി ലോക്കസ് ഓഫ് ബി ഡാഷും 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. നോക്കിയാൽ 30 mm ഇൻ ഫ്രണ്ട് ബി എന്ന് പറയുന്നത് നോക്കിയാൽ 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സോ ഇത് ലോക്കസ് ഓഫ് ബി. അപ്പോൾ എല്ലാ ലോക്കസ് ലൈനും നമുക്ക് കിട്ടി. അപ്പോൾ നോക്കി എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫിഗറുമായിട്ട് ഇതിനുള്ള വ്യത്യാസം. എ ഡാഷ് എ വന്നു. സാധാരണഗതിയിൽ എ ഡാഷിൻ്റെ ലോക്കസ് ലൈനിന് മുകളിലാണ് നമ്മുടെ റഫ് സ്കെച്ചിൽ അല്ലേ സ്റ്റാൻഡേർഡ് ഫിഗർ ലോക്കസ് ഓഫ് ബി ഡാഷ് നമ്മൾ വരച്ചത്. ഇങ്ങനെ അങ്ങോട്ടാണ് ആംഗിൾ എടുത്തത്. പക്ഷേ ഈ കേസിൽ എന്താ, ഈ ലോക്കസ് ഓഫ് ബി ഡാഷ് എന്ന് പറയുന്നത് ലോക്കസ് ഓഫ് എക്ക് താഴെയാണ് വന്നത്. അപ്പോൾ ഈ ലോക്കസ് ഓഫ് ബി ഡാഷ് ലൈൻ വന്നത് ഇതിന് താഴെയാണെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് ഒരിക്കലും ആംഗിൾ അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, താഴോട്ട് കൊണ്ടെടുക്കാൻ. ക്ലിയർ ആണോ? ബാക്കി ഇവിടെ കുഴപ്പമില്ല. നോക്കി ടോപ്പ് വ്യൂവിൽ പ്രശ്നമില്ല. ലോക്കസ് ഓഫ് എ
അതിൻ്റെ താഴെയാണ് ലോക്കസ് ഓഫ് ബി, ലോക്കസ് ഓഫ് എ, ലോക്കസ് ഓഫ് ബി. പക്ഷേ ഫ്രണ്ട് വ്യൂവിൽ ഡിസ്റ്റൻസ് കുറഞ്ഞു പോയി. ബിയുടെ ഡിസ്റ്റൻസ് നോക്കി, ബിയുടെ ഡിസ്റ്റൻസ് കുറവാണ്. 20 mm ഉപയോഗിച്ച് ഉള്ളൂ, ഇവിടെ 40 mm. അപ്പോൾ എയുടെ ഡിസ്റ്റൻസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും, ബിയുടെ ഡിസ്റ്റൻസ് കുറവാണ്. കുറവായതുകൊണ്ട് ലോക്കസ് ഓഫ് ബി, ലോക്കസ് ഓഫ് ബി ഡാഷ് എന്ന് പറയുന്നത് ഇതിന് താഴെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ ട്രൂ ലെങ്ത് ഉണ്ട്. സോ ട്രൂ ലെങ്ത് എടുത്ത് കഴിഞ്ഞാൽ നോക്കി, എ ഡാഷ് കിട്ടിയാൽ എ ഡാഷിൽ നിന്ന് ട്രൂ ലെങ്ത് എടുത്ത് ലോക്കസ് ഓഫ് ബി എവിടെയാണോ അതിലോട്ട് കട്ട് ചെയ്താൽ നമ്മുടെ ബിയുടെ ഫസ്റ്റ് പോയിന്റ് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് ട്രൂ ലെങ്ത് ഉണ്ട്, എ ഡാഷ് ഉണ്ട്, ലോക്കസ് ഓഫ് ബി ലൈൻ നമുക്ക് താഴെയാണ് വന്നേക്കുന്നത്. സോ ഈ ലൈനിലോട്ട് ട്രൂ ലെങ്ത് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റ് കിട്ടും, B1 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. സോ ഞാൻ ട്രൂ ലെങ്ത് മെഷർ ചെയ്യുന്നു. ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് 65. സോ കോമ്പസിൽ 65 എടുക്കുക. സോ കോമ്പസിൽ 65 എടുക്കുന്നു, എ ഡാഷിൽ പ്ലേസ് ചെയ്യുന്നു, ലോക്കസ് ഓഫ് ബി ഡാഷിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിൻ്റാണ് നമ്മുടെ ബിയുടെ ഫസ്റ്റ് പോയിന്റ്, B1 ഡാഷ്. നോക്കി, ട്രൂ ലെങ്ത് ലൈൻ, ട്രൂ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ B1 ഡാഷ് കിട്ടും. ഇവിടെ മേലോട്ട് എടുത്ത് ലോക്കസ് ഓഫ് ബി ഡാഷ് മുകളിലാണ്. ഈ നമ്മുടെ പ്രോബ്ലത്തിൽ എന്താ, ഈ ലോക്കസ് ഓഫ് ബി ഡാഷ് എന്ന് പറയുന്നത് താഴെയാണ്. സോ നമുക്ക് താഴോട്ടായിരിക്കും കട്ട് ചെയ്യേണ്ടത്. സോ നമ്മുടെ ട്രൂ ലെങ്ത് ലൈൻ വരയ്ക്കുന്നു, എ ഡാഷ് B1 ഡാഷ് എന്ന് പറയുന്ന ട്രൂ ലെങ്ത് ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ എ ഡാഷ് B1 ഡാഷ് എന്ന് പറയുന്ന ട്രൂ ലെങ്ത് ലൈൻ വരച്ചു. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ എ ഡാഷ് B1 ഡാഷ് നോക്കി മേളോട്ടായിരുന്നു, ഇവിടെ അത് താഴോട്ടായി. കാരണം എന്താ, ലോക്കസ് ഓഫ് ബി താഴെ വന്നുണ്ട്. അതിലുള്ള ചേഞ്ച് സെയിം ഫിഗർ തന്നെയാണ്, ഓറിയൻറ്റേഷൻ മാറി, പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. പോയിന്റ്സ് മാറുന്നതനുസരിച്ചിട്ട് ഈ ബേസ് ഫിഗറിൽ ചേഞ്ചസുകൾ വരും, പക്ഷേ പാത്ത് ഡയറക്ഷൻ സെയിം ആയിരിക്കും എന്നർത്ഥം. സോ B1 ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കി. B1 ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരുന്നത് അവിടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എവിടെ വരെ, ലോക്കസ് ഓഫ് എ എവിടെയാണോ ഉള്ളത് ആ ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് B1 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ B1 കിട്ടും. അപ്പോൾ ഇവിടെ അത് തന്നെ ചെയ്യാൻ പോവാണ്. B1 ഡാഷിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ലോക്കസ് ഓഫ് എ, ഇതാണ് നമ്മുടെ ലോക്കസ് ഓഫ് എ. സോ ലോക്കസ് ഓഫ് എ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് B1 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ കിട്ടും. സോ B1 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടും. സോ ദിസ് പോയിന്റ് ഈസ് B1 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ B1. ക്ലിയർ ആണോ? നമുക്ക് B1 കിട്ടി. B1 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, B1 റേഡിയസ് എടുത്ത് ലോക്കസ് ഓഫ് ബി എവിടെയാണോ അങ്ങോട്ട് കട്ട് ചെയ്യുക. സോ ഞാനും ചെയ്യാൻ പോകുന്നു. B1 റേഡിയസ് എടുത്തു, B1 റേഡിയസ് എടുത്തുന്നു, കട്ട് ചെയ്യുന്നു. ലോക്കസ് ഓഫ് ബി ഇത് താഴെയാണ് നമ്മുടെ ലോക്കസ് ഓഫ് ബി. സോ ലോക്കസ് ഓഫ് ബിയിലോട്ട് കട്ട് ചെയ്തു. ജസ്റ്റ് കട്ട് ചെയ്യും. സോ കട്ട് ചെയ്ത പോയിന്റ് കിട്ടി. എനിക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ് ഇവിടെയാണ് പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ശകലം ഷിഫ്റ്റേ വന്നിട്ടുള്ളൂ. സോ ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ഏതാണ്, ബി. സോ നമ്മുടെ ടോപ്പ് വ്യൂ കിട്ടി. നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കാം. AB എന്ന് പറയുന്ന നമ്മുടെ ലൈനിൻ്റെ ടോപ്പ് വ്യൂ, നമ്മുടെ ഡാർക്ക് ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ ലൈനിൻ്റെ ടോപ്പ് വ്യൂ വരച്ചു, ലൈനിൻ്റെ ടോപ്പ് വ്യൂ വരച്ചു. സോ ടോപ്പ് വ്യൂ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ എ ഡാഷ് B1 ഡാഷ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാ, എ ഡാഷ് B1 ഡാഷ് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മുടെ തീറ്റയാണ്. സോ ഇവിടെ തീറ്റ താഴോട്ട് വരുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് തീറ്റ മെഷർ ചെയ്യാൻ പറ്റും. തീറ്റ ചോദിച്ചു കഴിഞ്ഞാൽ മെഷർ ചെയ്താനായിട്ട് തീറ്റ കിട്ടി. ഇനി ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. എവിടെ വരെ, ലോക്കസ് ഓഫ് ബി ഡാഷ് വരെ എക്സ്റ്റെൻഡ് ചെയ്താൽ ബി ഡാഷ് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നേരെ മേളിലോട്ട് ലോക്കസ് ഓഫ് ബി ഡാഷ് നോക്കിയാൽ ലോക്കസ് ഓഫ് ബി ഡാഷ് ഇതാണ്. സോ ഇവിടെ നിന്ന് നേരെ മേളിലോട്ട് ലോക്കസ് ഓഫ് ബി ഡാഷ് വരെ എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് പോയിന്റ് ബി കിട്ടും. ഈ ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഒറിജിനൽ പോയിന്റ് ബി ഡാഷ് വരുന്നത്. താഴോട്ട് മാർക്കുന്നു ബി ഡാഷ്. സോ AB നമുക്ക് ഡയറക്റ്റ്ലി വരയ്ക്കാം. ഇനി ഈ പോയിന്റിൽ തന്നെ റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുമെന്നൂടെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. സോ AB എന്ന് പറയുന്ന ടോപ്പ് വ്യൂ ഞാൻ വരയ്ക്കുന്നു. ചെറിയ ചേഞ്ചസ് അവിടെ വരുന്നുള്ളൂ ലെങ്ത്തിൽ. നോക്കി AB ചെറിയ ചേഞ്ചേ വരുന്നുള്ളൂ. സോ AB വരയ്ക്കാൻ പറ്റും. ഇവിടെ B ഡാഷ് B പ്രൊജക്റ്റ് ലൈൻ വരയ്ക്കുക. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് തീറ്റ ആംഗിളും കണ്ടുപിടിക്കണം. സോ തീറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, എയിൽ നിന്ന്
നമുക്ക് ട്രൂ ലെങ്ത് ഉണ്ട്, ലോക്കസ് ഓഫ് ബി ലൈനിലോട്ട് ട്രൂ ലെങ്ത് എടുത്ത് കട്ട് ചെയ്താൽ B2 കിട്ടും. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ 65 ആണ് ട്രൂ ലെങ്ത്. 65 ഓപ്പോസിറ്റ് എടുക്കുന്നു. നമ്മൾ നേരത്തെ 65 ഇവിടെ വരച്ചായിരുന്നു, A', B1', 65. അതേപോലെ നോക്കി A', B1' കൂടാതെ എന്തുകൊണ്ടുണ്ട് AB2. സോ എയിൽ പ്ലേസ് ചെയ്യുന്നു. എവിടോട്ട് കട്ട് ചെയ്യണം? ലോക്കസ് ഓഫ് ബി ലൈൻ. ഇതാണ് നമ്മുടെ ലോക്കസ് ഓഫ് ബി ലൈൻ. സോ ലോക്കസ് ഓഫ് ബി ലൈനിലേക്ക് ഞാൻ കട്ട് ചെയ്യാണ്. സോ കട്ട് ചെയ്ത് കൊണ്ടോ കിട്ടിയ പോയിന്റ്. സോ ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ഏതാണ്? B2. സോ B2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരയ്ക്കാം? AB2 എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ ലെങ്ത് ലൈൻ വരയ്ക്കാൻ പറ്റും. AB2. സോ ഇതാണ് നമ്മുടെ AB2 ലൈൻ. ഓക്കെ, ശകലം വ്യത്യാസമേ ഉള്ളൂ. സോ AB2 ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഈ ആംഗിൾ, ആദ്യത്തെ ആംഗിളാണ് നമ്മുടെ ഫൈ എന്ന് പറയുന്നത്. ഈ ആംഗിളാണ് നമ്മുടെ ബീറ്റ എന്ന് പറയുന്നത്. മാറിപ്പോയത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതേപോലെ ഇവിടെ നമുക്ക് എന്തുണ്ട്? ആൽഫയും കൂടെ ഉണ്ട്. നമ്മുടെ ആൽഫ ചെറിയ വേരിയേഷനേ ഉള്ളൂ, ലൈൻസുകൾ തമ്മിൽ ചെറിയ വേരിയേഷൻ. ഇനി നോക്കി B2 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? B2 നിന്ന് ലോക്കസ് ഓഫ് A' വരെ പ്രൊജക്റ്റ് ചെയ്താൽ B2' കിട്ടും. സോ ഇവിടെ നിന്ന് ലോക്കസ് ഓഫ് A', ഇവിടെ ലോക്കസ് ഓഫ് A' നോക്കി ഏറ്റവും മുകളിലാണ്. സോ B2 നിന്ന് ഞാൻ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. സോ ടോപ്പിലോട്ട് ഞാൻ പ്രൊജക്റ്റ് ചെയ്തു. B2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ടോപ്പിലോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ കിട്ടുന്ന പോയിന്റ് ആയിരിക്കും B2'. സോ B2' കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? A', B2' റേഡിയസ് എടുത്ത് ലോക്കസ് ഓഫ് B' കട്ട് ചെയ്താൽ നമുക്ക് പോയിന്റ് B' കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് B'. സോ അത് കറക്റ്റ് ആണെന്നറിയാൻ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാ ലൈൻസുകളും അടുത്തടുത്ത് വന്നേക്കുന്നത് കൊണ്ട് ചെറിയ കൺഫ്യൂഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അത് ഇതാണ് കർവ്. സോ അവിടെ ഒന്ന് കർവ് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പോയിന്റ് കിട്ടും. നോക്കി, നമ്മുടെ പോയിന്റ് അവിടെ ഒന്ന് കട്ട് ചെയ്യുന്നു, കർവ് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞേ? A' പ്ലേസ് ചെയ്യുന്നു. ഈ പോയിന്റിൽ നിന്ന് കർവ് വരച്ച് കഴിഞ്ഞാൽ നോക്കി ഒരു ശകലം വേരിയേഷൻ വരുന്നുണ്ട്. ഈ പോയിന്റിൽ നിന്ന് കർവ് വരയ്ക്കുമ്പോൾ ഒരു ശകലം വേരിയേഷൻ ഇവിടെ വരുന്നുണ്ട്. സോ ഇത് ഇതായിട്ട് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ഈ പോയിന്റ് തന്നെ വരും. ആ ശകലം വേരിയേഷൻ ഇതിനകത്ത് വന്ന എറർ എന്തൊക്കെയാണ്? എറർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇവിടെ ഞാൻ പോയിന്റ്സുകൾ പ്ലോട്ട് ചെയ്യുമ്പോൾ എറർ വരാറുണ്ട്. ഇവിടെ ഒരു B' പ്രൊജക്റ്റ് ലൈൻ വരച്ചപ്പോൾ ശകലം മാറിപ്പോൾ ഇതായിട്ട് വരച്ചത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതെല്ലാം കൂടെ ഒരു അടുത്ത് വന്നേക്കാണ്. സോ ആംഗിൾസുകളൊക്കെ ചെറിയ വേരിയേഷൻസ് ഇതിൻ്റെ ആൻസറിൽ വരത്തുള്ളൂ. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4th ക്വസ്റ്റ്യൻ. സോ ഇനി ഇതിനകത്ത് നമുക്ക് ട്രേസ് കണ്ടുപിടിക്കണം. അതൊന്ന് നോക്കുക. അപ്പോൾ പ്രോബ്ലം നമുക്ക് ഈ ബേസ് ഫിഗർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ വേരിയേഷൻസ് ഇവിടെ വരുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളോട് ഡേറ്റാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഫൈൻഡ് ദി ഡേറ്റാസ്. അപ്പോൾ ഡേറ്റാസുകൾ എടുത്ത് എഴുതുക. നമ്മുടെ ഡേറ്റാസുകൾ ഏതൊക്കെയാണ്? സോ ഈ ക്വസ്റ്റ്യനിലെ ഡേറ്റാസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നമ്മളോട് തീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, ഫൈ ചോദിച്ചിട്ടുണ്ട്. നമുക്കത് കൂടാതെ എന്തുകൂടെ ചെയ്യാം? ആൽഫ ബീറ്റയും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. സോ ഞാനിത് മെഷർ ചെയ്ത് നോക്കാൻ പോവാണ്. സോ ഞാൻ മെഷർ ചെയ്ത് വാല്യൂസ് ചെയ്തിട്ടുണ്ട്. തീറ്റ 18 ഡിഗ്രി, ആൽഫ 20 ഡിഗ്രി, ഫൈ 14 ഡിഗ്രി, ബീറ്റ 16 ഡിഗ്രി. സോ ഇത് ഫുള്ളി ആക്യുറേറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് മെഷർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂസ് ആണ്. ഇന്ന് ശകലം വേരിയേഷൻസ് എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം വാല്യൂസുകളാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് ലെങ്ത്, അപ്പാരൻ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ A', B' ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാം. AB ലെങ്ത് വേണമെങ്കിൽ മെഷർ ചെയ്തിട്ട് ആ ഡേറ്റയും കൂടെ വേണമെങ്കിൽ നമുക്കിവിടെ നിങ്ങൾക്ക് എഴുതാം. A', B' ഈക്വൽ ടു, അതുപോലെ തന്നെ AB ഈക്വൽ ടു എത്രയാണെന്നും മെഷർ ചെയ്ത് എഴുതാം. സോ A', B' എനിക്ക് കിട്ടിയേക്കുന്നത് 60 A', B'. സോ ഇതാണ് A', B'. സോ A', B' എനിക്ക് കിട്ടിയിരിക്കുന്നത് 63ഉം AB എന്ന് പറയുന്നത് 61ഉമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തുകൂടെ ചെയ്യണം? നമ്മുടെ ഡയമെൻഷൻസ് കൂടെ ചെയ്തേക്കാം. നിങ്ങൾക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും ഡയമെൻഷൻസ് ചെയ്യാം. സോ ഞാൻ ഡയമെൻഷൻസ് ചെയ്യുകയാണ്. So dimensions
So A dash in dimension, A dash in the 40. So this value is 40. Then A is 15. So this value is 15. Then B is on the 20 mm 30 mm. So this value is 20 mm. This is 30 mm. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ട്രൂ ലെങ്ത് കൂടെ മെഷർ ചെയ്യുക, ട്രൂ ലെങ്ത് കൂടെ മാർക്ക് ട്രൂ ലെങ്ത് കൂടെ ഡയമെൻഷൻ കാണിക്കുക. നമ്മുടെ 65 ആണ് ട്രൂ ലെങ്ത്. ഇനി ഇതിൽ ട്രേസസ് വരയ്ക്കുന്ന കാര്യമായിരുന്നു ചെയ്യേണ്ടത്. അപ്പോൾ ട്രേസസ് ഡയമെൻഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രേസസ് വരച്ച് കഴിഞ്ഞിട്ടേ ഡയമെൻഷൻ ചെയ്യാവുള്ളൂ. അപ്പോൾ എന്താണ് ഇപ്പം അതിനകത്ത് വന്നൊരു മിസ്റ്റേക്ക് എന്ന് ഞാനിപ്പോൾ ട്രേസ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ ഡയമെൻഷൻസ് ഇപ്പുറത്തെ സൈഡിൽ ചെയ്യുന്നതായിരുന്നു നീറ്റ്. ക്ലിയർ ആണോ? അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം ഞാൻ പേന വെച്ച് അങ്ങ് മാർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് റബ്ബ് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ട്രേസ് ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പിടികിട്ടും. നോക്കി, ഇവിടെ ട്രേസ് വരയ്ക്കാനായിട്ടുള്ള നമ്മുടെ സ്റ്റെപ്സ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് ഹൊറിസോണ്ടൽ ട്രേസ് വരയ്ക്കാനായിട്ട്, ഹൊറിസോണ്ടൽ ട്രേസ് HT. സോ HT വരയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? A dash B dash ലൈനിനെ XY ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, H dash എന്ന് പേര് കൊടുക്കുന്നു, അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക, അതിലോട്ട് ABയെ മീറ്റ് ചെയ്യിപ്പിക്കുക. ഇതാണ് നമ്മൾ HT വരയ്ക്കാനുള്ള സ്റ്റെപ്പ്. സോ ആ രീതിയിൽ നോക്കി HT വരയ്ക്കണമെങ്കിൽ ആദ്യം A dash B dash എക്സ്റ്റെൻഡ് ചെയ്യണം. നോക്കി, ഇതാണ് A dash B dash. സോ അതിനെ XY ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ട്രേസ് വരാൻ പോകുന്നത് ഏകദേശം ഈ സൈഡിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡയമെൻഷൻ ചെയ്യേണ്ടിയിരുന്നത് ലെഫ്റ്റ് സൈഡിലായിരുന്നു. അപ്പം ഇപ്പോൾ എനിക്കും വന്നൊരു മിസ്റ്റേക്കാണ്. ഞാൻ ഈ പ്രോഗ്രാം ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ഡയമെൻഷൻ ഇവിടെ ഓർക്കാതെ ചെയ്തു പോയി. സാധാരണ ട്രേസ് അപ്പുറത്താണല്ലോ വരുന്നത് എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ട്രേസിൻ്റെ കാര്യം ചിന്തിച്ചില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാം വരച്ചു കഴിഞ്ഞതിന് ശേഷം അറ്റ് ദി എൻഡ് മാത്രമേ ഡയമെൻഷൻസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഡയമെൻഷൻ ചെയ്ത് പേന വെച്ചാണ്, സോ അതിന് റബ്ബ് ചെയ്യുന്നില്ല. ഞാൻ അതിൻ്റെ പുറത്തുകൂടെ ട്രേസ് എവിടെയാണ് കിട്ടുന്നത് എന്നറിയാൻ വേണ്ടി ട്രേസ് വരയ്ക്കുന്നത് ഞാൻ കാണിക്കുകയാണ്. സോ A dash B dash ലൈൻ. അപ്പോൾ ഓർക്കണം, ഇങ്ങനെ ചെയ്യരുത്. ഡയമെൻഷൻ്റെ പുറത്തുകൂടെ നമ്മൾ വരയ്ക്കരുത്. ഡയമെൻഷൻ നിങ്ങൾ എല്ലാ ഫിഗറും വരച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വരയ്ക്കുകയുള്ളൂ. അപ്പോൾ ഡയമെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ള അസംഷനിൽ ഞാനിപ്പോൾ വരയ്ക്കുകയാണ്. സോ A dash B dash ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ A dash B dash നമ്മുടെ ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, XY ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇതാണ്. സോ മീറ്റ് ചെയ്ത പോയിന്റിന് ഞാൻ സ്കെച്ച് യൂസ് ചെയ്യുന്നു, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്, ഡയമെൻഷൻ വരച്ചതുകൊണ്ട്. സോ H dash എന്ന പേര് കൊടുത്തു. ദെൻ അവിടെ എന്ത് ചെയ്യുക? അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. സോ അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ദെൻ അതിലോട്ട് ABയെ എക്സ്റ്റെൻഡ് ചെയ്യുക. നോക്കി, ഇവിടെ AB വരയ്ക്കുമ്പോഴും നമ്മുടെ ഇതിലോട്ട് ഓവർലാപ്പ് ചെയ്ത് പോകും. ഇതാണ് നമ്മുടെ AB ലൈൻ. സോ ABയെ അതിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ നോക്കി, നമ്മൾ ഡേറ്റ എഴുതിയെടുത്താണ് ട്രേസ് വരുന്നത്. സോ ഇവിടെയാണ് നമ്മുടെ ഏത് ട്രേസാണ് ഇവിടെ വരുന്നത്? ഹൊറിസോണ്ടൽ ട്രേസ്. ക്ലിയർ ആണോ? A dash B dash ലൈനെ XY ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മീറ്റ് ചെയ്ത പോയിന്റ് അതാണ് നമ്മുടെ XY ലൈൻ. മീറ്റ് ചെയ്ത പോയിന്റ് H dash എന്ന പേര് കൊടുത്തു. അവിടെ വെർട്ടിക്കൽ ലൈൻ വരച്ചു. അതിലോട്ട് നമ്മുടെ AB ലൈൻ, ഇവിടെ 2 ലൈനുണ്ട്, മാറിപ്പോയത്, കൺഫ്യൂഷൻ ആവരുത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ABയെ എക്സ്റ്റെൻഡ് ചെയ്താൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഹൊറിസോണ്ടൽ ട്രേസ്. ഇനി ST നോക്കി, തിരിച്ച് VT നോക്കി. VT ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കിട്ടും. സോ VTയുടെ സ്റ്റെപ്പ് എന്തായിരുന്നു? വെർട്ടിക്കൽ ട്രേസ് വരയ്ക്കാനായിട്ട് നമ്മൾ ABയെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, XY ലൈൻ വരെ, സ്മോൾ ലെറ്റർ V എന്ന് പേര് കൊടുക്കുന്നു, അവിടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക, അതിലോട്ട് A dash B dashനെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ഇവിടെ ABയെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ AB ലൈൻ അല്ലേ? ഞാൻ AB ലൈനിൽ സ്കെയിൽ കൊണ്ടുവന്ന് വെച്ചു. XY ലൈനിലോട്ട് മീറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഞാനിത് എന്ത് ചെയ്യണം? അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തേ പറ്റുള്ളൂ. സോ ഞാൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ എനിക്ക് XY ലൈനിൽ മീറ്റ് ചെയ്ത പോയിന്റ് കിട്ടി. സോ ആ പോയിന്റ് ഞാൻ എന്ത് പേര് കൊടുക്കുന്നു? V എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു. ദെൻ അവിടെ ഞാൻ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും. സോ മീറ്റ് ചെയ്ത പോയിന്റിൽ വെർട്ടിക്കൽ ലൈൻ വരച്ചു. ദെൻ അതിലോട്ട് എന്ത് ചെയ്യുക? ABയെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുക. സോ ഇതാണ് നമ്മുടെ AB ലൈൻ. സോ AB ലൈനിനെ അതിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുക. സോ AB ലൈനിനെ ആ വെർട്ടിക്കൽ ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. നോക്കി, പ്രത്യേകത ഇവിടെയാണ് നമ്മുടെ വെർട്ടിക്കൽ ട്രേസ് കിട്ടുന്നത്. സോ VT ഇവിടെയും HT ഇവിടെയും രണ്ടിടത്തായിട്ടാണ് കിട്ടുന്നത്. XY ലൈനിൽ മുകളിലാണ് VT കിട്ടുന്നത്, XY ലൈനിന് താഴെ റൈറ്റ് സൈഡിൽ HTയും XY ലൈനിന് മുകളിൽ ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് VT കിട്ടുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ഈ ഡയമെൻഷൻ നമ്മൾ ആദ്യമേ ചെയ്തു പോയി. അത് മാത്രമേ തോന്നുന്നത് നമ്മുടെ ഒരു മിസ്റ്റേക്ക് എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഡയമെൻഷൻ ഏറ്റവും ലാസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഡയമെൻഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ വാല്യൂസ് ഡയമെൻഷൻ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇതിനിപ്പുറത്ത് ചെയ്യാം, ഇതിനിപ്പുറത്ത് നമുക്ക് ഡയമെൻഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമായിരുന്നു ഡയമെൻഷൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കി ശകലം വേരിയേഷൻസ് ഇവിടെ വന്നു. ട്രേസസുകൾ നോക്കിയാൽ രണ്ടിടത്തായിട്ടാണ് നമുക്ക് ട്രേസ് ചെയ്യുക. അപ്പോൾ ട്രേസസ് വരയ്ക്കാനുള്ള നമ്മുടെ പ്രൊസീജിയർ ഇത് തന്നെയാണ്. ആ പ്രൊസീജിയർ അനുസരിച്ച് ഫോളോ ചെയ്ത് വേണം ട്രേസ് വരയ്ക്കാം. അതുപോലെ നമ്മുടെ ഫൈനൽ ആൻസർ, ഇവിടെ നമ്മുടെ ഫൈനൽ ആൻസർ ഉണ്ട്. ഫൈനൽ ആൻസറും ഇതേപോലെ എടുത്ത് എഴുതുക.
ഫൈനൽ ആൻസറിൻ്റെ ഇവിടെയാണ് നമ്മൾ ട്രേസ് വന്ന് മാറിപ്പോയത്. അപ്പോൾ വേണമെങ്കിൽ ഫൈനൽ അനുസരിച്ച് താഴോട്ട് എടുത്ത് എഴുതാം. ഇത്രയേ ഉള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിലും കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം ഇവിടെ ഞാനിപ്പോൾ പേന യൂസ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഡയമെൻഷൻ റബ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളെല്ലാം പെൻസിൽ വെച്ചേ വരയ്ക്കാവുള്ളൂ. നിങ്ങൾക്ക് ഡ്രോയിങ് എല്ലാം പെൻസിൽ വെച്ചാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ പെൻസിൽ വെച്ചാകുമ്പോൾ നമുക്ക് ഡയമെൻഷൻ എഴുതിയാൽ ഇത് വേണേൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഒന്ന് റബ്ബ് ചെയ്തിട്ട് താഴെ മാറ്റാം. ഈ ഡയമെൻഷൻ നമുക്ക് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് യൂസ് പെൻസിൽ, പ്രോപ്പർ പെൻസിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്കെച്ചും കളറും കാര്യങ്ങളൊക്കെയും ഈ ഡയമെൻഷൻ ചെയ്യുന്നതിനൊക്കെ പേന യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ കാര്യം പിടികിട്ടിയല്ലോ. ട്രേസ് എങ്ങനെയാണ് രണ്ട് സൈഡിൽ വന്നതെന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പം ഇതും നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലമായിട്ട് സിമിലറാണ്. അതായത് ഒരു ട്രൂ ലെങ്തും 2 പോയിൻറ്റും തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രോബ്ലം ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ട്രൂ ലെങ്തും 2 പോയിൻറ്റും തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പോയിൻറ്റ് ഫിക്സഡ് പോയിൻറ്റ് ആദ്യം പ്ലോട്ട് ചെയ്യുക, ദെൻ രണ്ടാമത്തെ പോയിൻറ്റ് ലോക്കസ് ലൈൻ വരയ്ക്കുക. ഇവിടെ ഒരു ചേഞ്ച് വന്നത് ലോക്കസ് ഓഫ് ബി ഡാഷ് എക്സ് വൈ ലൈൻ താഴെ ബേസ് ഫിഗറിൽ നോക്കുമ്പോൾ ഈ ലൈൻ, ഈ ലോക്കസ് ഓഫ് ബി ഡാഷ് എന്ന് പറയുന്നത് എക്സ് വൈ ലൈൻ അല്ലെങ്കിൽ ലോക്കസ് ഓഫ് ബി ഡാഷ് എന്ന് പറയുന്നത് ലോക്കസ് ഓഫ് എക്ക് താഴെയായിട്ട് വന്നു. സോ ഈ അങ്ങോട്ട് വരച്ച ലൈൻസുകളല്ല ഇവിടെ താഴോട്ട് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ചിലപ്പോൾ ബിയുടെ വാല്യൂസിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മുകളിലോട്ടും വരാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിക്കൊണ്ടിരിക്കാം. പക്ഷേ ഈ പാത്ത് തന്നെയായിരിക്കും ഫൈനലി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു.